തൃക്കാക്കര നഗരസഭാ കൗൺസിലറായ ശ്രീ മനൂപ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മനൂപ് ഈ വിഷയത്തിൽ ഒരുപാട് സമരം നടത്തിയിട്ടുള്ള ഒരാളാണ്. ശ്രീ മനൂപ്, ഇത് ഏതെങ്കിലും ഒരു ഭാഗത്തെ പ്രശ്നമല്ല. സംസ്ഥാനത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഇത്തരം വിഷ്വൽസ് ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞൊക്കെ ഇങ്ങനെ ഒരു ആക്രമണത്തിനിരയായാൽ അതിൻ്റെ ജീവിതകാലം മുഴുവൻ ആ ട്രോമയിൽ നിന്ന് മാറില്ല എന്ന് ഉറപ്പാണ്. എങ്ങനെയാണ് ആ കുട്ടി പിന്നെ ധൈര്യത്തോടെ വീടിന് പുറത്തേക്ക് ഇറങ്ങുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ വലിയ ആശങ്ക തോന്നാറുണ്ട്. ഇത്ര വലിയൊരു പ്രശ്നമായിട്ടും എന്തുകൊണ്ടാണ് ഇതിലൊരു കൃത്യമായ ഒരു ഇടപെടൽ നടത്താനോ, ഇപ്പം ഞങ്ങൾ നേരത്തെ സംസാരിക്കുന്നത് താങ്കൾ കേട്ട് കാണും, ഇത് വന്യജീവി ശല്യം നമ്മൾ ചർച്ചയാക്കാറുണ്ട്, കാട്ടാന ആക്രമണം ചർച്ചയാക്കാറുണ്ട്, പക്ഷെ ഇത് വരുമ്പോൾ ഇത് കേന്ദ്രത്തിന്റെ കയ്യിലാണ്, ഇത് നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുകയും വലിയൊരു സാമൂഹിക പ്രശ്നമായി ഇത് ഉയർന്നു വരികയും ചെയ്യുകയാണ്. ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നേരിടേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാവില്ലേ? തീർച്ചയായും ഇത് ഏറ്റവും വലിയൊരു വിഷയം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ. അതിൽ തന്നെയാണ് തൃക്കാക്കര എന്ന് പറയുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈ നായശല്യം കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നായശല്യം ഉള്ളത്. കാരണം രാത്രി കാലങ്ങളിൽ IT മേഖലകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന, കാറിലല്ലാതെ 2 വീലറിൽ പോകുന്ന നിരവധി പേർക്കാണ് ഈ നായയുടെ കടി കൊണ്ടിട്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ വാർഡിൽ തന്നെ ഒരു 2 വർഷം മുമ്പ് ഒരു പെൺകുട്ടിയെ ഇതേപോലെ തന്നെ ഒരു നായ കടിച്ച് വലിയ ഒരു അപകടത്തിൽ നിന്നും ആ കുട്ടി രക്ഷപ്പെട്ടത്. അപ്പൊ ഞങ്ങൾ ജനപ്രതിനിധികള് ഞങ്ങൾക്ക് പറയാവുന്നതും ഞങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം എല്ലായിടത്തും പറഞ്ഞിട്ട്, പക്ഷെ ഇന്ന് വരെയും ഇത് എല്ലാവരും പറയുന്നത് തന്നെയാണ്, ഞങ്ങൾ ഇതുവരെയും യാതൊരുവിധ ശാശ്വതമായ ഒരു പരിഹാരം ഇതിനകത്ത് കണ്ടെത്താൻ ആർക്കും സാധിച്ചില്ല. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പഴിചാരുന്നതല്ലാതെ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇന്ന് ഒരാളും നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. കാരണം ഞങ്ങളെ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും എന്ത് വിഷയവും വന്നാലും ഞങ്ങളെയാണ് ആദ്യം ജനങ്ങൾ സമീപിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ മാത്രം ഒരു പരിഹാരം കാണാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ജനപ്രതിനിധികൾക്കുള്ളത്. കാരണം ഞങ്ങൾ മുട്ടേണ്ട വാതിലുകളൊക്കെ കൃത്യമായി മുട്ടിയിട്ടുണ്ട്, കൃത്യമായി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു പരിഹാരം കാണാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ അത് ഞങ്ങളുടെ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന്, ഒരു ദിവസം പോലും വൈകും തോറും ഒരു ജീവനെങ്കിലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പോൾ അതില്ലാതെ ആക്കാനുള്ള നടപടി സ്വീകരിക്കുക, അല്ലാതെ പരസ്പരം ഈ കുറ്റപ്പെടുത്തുകളും പഴിചാരകളും മാത്രം കൊണ്ട് ഇതിനകത്തൊരു പരിഹാരമാവില്ല മാഡം. ശരിയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഞാൻ വരാം മനൂപ്. ഇപ്പോൾ നമ്മളോടൊപ്പം പീപ്പിൾ ഫോർ ആനിമൽസ് പ്രവർത്തക ശ്രീമതി ലത ഇന്ദിരയുണ്ട്. ശ്രീമതി ലത, ഈ വിഷയത്തിൽ ഒരു പരിഹാരത്തിന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എല്ലാവരും കൈമലർത്തി കാണിക്കുന്നതാണ് നമ്മൾ കുറേയായി കാണുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന വിധി വളരെ നിർണായകമാണ്. ഒറ്റ തെരുവ് നായയെ പോലും ഇനി തെരുവിൽ കാണരുത്, അവരെല്ലാം ഷെൽട്ടറുകളിലേക്ക് ആക്കണം എന്നൊരു നിർദ്ദേശം വന്നതിനെതിരെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രതികരണമായി വരുന്നത് നമ്മൾ കണ്ടു. ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ. മൃഗങ്ങൾ 2 തരത്തിലാണ്. ഒന്നുകിൽ അവ വീട്ടിൽ വളർത്തേണ്ട ഡൊമസ്റ്റിക് ആനിമൽസ് ആണ്, അല്ലെങ്കിൽ അവ വൈൽഡ് ആനിമൽസ് ആണ്. ഇതിന് നടുക്ക് തെരുവിൽ കഴിയുന്ന ജീവി എന്ന് പറയുന്നത് പ്രായോഗികമായി അത്ര ശരിയായ ഒരു കാര്യമല്ല എന്തായാലും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാവണം. ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്ന ഈ പദ്ധതികൾ, വന്ധ്യംകരണം അല്ലെങ്കിൽ ദയാവധം, ഇതൊക്കെ നിങ്ങളെപ്പോലുള്ള മൃഗസ്നേഹികൾ എങ്ങനെയാണ് കാണുന്നത്? ഈ പ്രശ്നത്തിനൊരു പരിഹാരം നിങ്ങളുടെ മനസ്സിലുണ്ടോ? പരിഹാരം ണ്ട്, നമ്മളത് പലരുടെ അടുത്തും പ്രസന്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇത് എപ്പോഴെങ്കിലും ഈ എന്താ പറയാ, എല്ലാത്തിനെയും കൊന്നൊടുക്കാവുന്ന ഒരു ഓർഡർ വരുമായിരിക്കും എന്നുള്ള ഒരു ചിന്തയിൽ എല്ലാവരും അങ്ങനെ ആലോചിച്ച് ഇരിക്കുകയാണ്. അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അത് വരട്ടെ, അത് വരുമ്പോൾ നമുക്ക് ചെയ്യാം, അല്ലാതെ ഇപ്പം നമുക്ക് ചെയ്യാൻ ഇല്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരുടെയും സമീപനം. അതായത് 2001 വന്ന നിയമമാണിത്. 2001 മുതൽ ഇത്രയും നാളായിട്ട് അവരവരെ ചെയ്തില്ല. അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്തില്ല, പഞ്ചായത്തുകാർ ചെയ്തില്ല, ആരും ചെയ്തില്ല. എന്നിട്ട് ഇപ്പൊ പ്രശ്നങ്ങൾ അത്ര വലിയ രൂക്ഷമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നായകടി കൊണ്ട് നമ്മൾ മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. മറ്റുള്ള പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ശ്രീമതി ലത. ജനുവരി തൊട്ട് മെയ് വരെ 16 പേർ മരിച്ച ഒരു സംഭവം. ജനുവരി തൊട്ട് മെയ് വരെ 16 പേർ. കഴിഞ്ഞ 2 മാസത്തിനിടെ 3 കുട്ടികൾ.
നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരുമ്പോൾ ഞാനൊരു മൃഗസ്നേഹിയാണ്, ഞാനൊരു പട്ടിയെ വളർത്തുന്ന ആളാണ്, ഞാനൊരു പറയുന്നത് മുഴുവൻ കേട്ടിട്ട് അല്ല ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അതിനും കൂടെ ചേർത്ത് താങ്കൾ മറുപടി പറഞ്ഞാൽ മതി. ഞാനൊരു പെറ്റ് മദറാണ്. പക്ഷേ അതൊക്കെ ശരിയാവുമ്പോൾ പോലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഒരു പാവം പിടിച്ച ഒരു കുഞ്ഞിനെ ഒരു തെരുവ് നായ, ഒരു കൂട്ടം തെരുവ് നായ്ക്കൾ വന്ന് ആക്രമിച്ച് കൊല്ലുന്നതിനെ ന്യായീകരിക്കാൻ എനിക്ക് പറ്റില്ല, താങ്കൾക്കും പറ്റില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ന്യായീകരിക്കാൻ പക്ഷെ അത് എന്തുകൊണ്ടാണ്? അത് നമ്മളൊന്നും ചെയ്യാത്തത് കൊണ്ടാണ്. തൃക്കാക്കര പഞ്ചായത്തിന് ഞാൻ പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അവർക്ക് ചെയ്യാനുള്ള ഒരു പാഷൻ അവർക്കുണ്ടെങ്കിൽ, അതായത് ചെയ്യാനുള്ള മനസ്സും ചെയ്യണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ മനൂപ്, തൃക്കാക്കര നഗരസഭയിൽ ഇതിനെതിരെ പൊരുതുന്ന മനൂപുണ്ട്, താങ്കൾ പറയുന്ന മനൂപും കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. തൃക്കാക്കര പഞ്ചായത്തിൽ എന്തായാലും ഒരു മൃഗാശുപത്രി കാണുമല്ലോ. ആ ഒരു മൃഗാശുപത്രിയില് ഒരു 10 കെനൽസ് ABC, അതും ഒരു ചെറിയൊരു ഓപ്പറേഷൻ തിയേറ്ററും ABC വേണ്ടിയിട്ട് നിർമ്മിക്കുക. അതേപോലെ ഒരു 5 സർവൈലൻസ് കെനൽസും കൂടെ പണിയുക. ഒരു 5-6 പേരെ ഡോഗ് ക്യാച്ചേഴ്സ് ചെയ്യുക. ഇതിനൊക്കെ സൗകര്യങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഒന്നും നടക്കാത്തത്. വളരെ ചെറിയ ചെറിയ യൂണിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്, അല്ലാതെ വലിയൊരു സംവിധാനത്തിന്റെ ഒന്നും ആവശ്യം ഇതിനില്ല. ഇത് ചെയ്യുന്നതാണ് എല്ലാ ദിവസവും, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, 70% നായ്ക്കളെങ്കിലും മന്ധ്യംകരിച്ചാൽ മാത്രമേ നമുക്ക് ഒരു 3 വർഷം കൊണ്ടെങ്കിലും നായകളുടെ ജനന നിരക്ക് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. ഇപ്പോ 70% നായ്ക്കളെ വന്ധീകരിക്കാൻ കേരളത്തിൽ ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ തന്നെ ആലോചിച്ചാൽ അറിയാം, നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിൽ എത്ര നായ്ക്കളുണ്ട്. ശരി, ശ്രീ MS വേണുഗോപാൽ ഈ റെസിഡൻസ് അസോസിയേഷനുകളുടെ സംഘടനകളുടെ നേതാവ് കൂടിയാണ്, ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരാളാണ്. ശ്രീ MS വേണുഗോപാൽ, പീപ്പിൾ ഫോർ ആനിമൽസിന്റെ പ്രതിനിധിയായ ലത പറയുന്നത് കേട്ടല്ലോ, ഇത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും റെസിഡൻസ് അസോസിയേഷൻ ഞങ്ങളെ പ്രത്യേക ട്രെയിൻ ചെയ്ത ആൾക്കാർക്ക് ഇതിനെ പിടിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ശ്രീമതി ലത ഇതിനൊന്ന് ഇറങ്ങുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ ലതയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തിനെ ഇറക്കി വിട്ടുതരാം. ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തന്നാൽ മതി. അവിടുത്തെ 2 പട്ടിയിൽ കൂടുതൽ, ഒരു 10-15 പട്ടികളുടെ സ്ഥലത്ത് 2 പട്ടിയിൽ കൂടുതൽ പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് വന്ധ്യംകരണം എളുപ്പമാണ്. നിങ്ങൾ ഈ പറയുന്ന 75% പട്ടിയെ പിടിച്ചെന്നാൽ മതി, 100 വേണ്ട. 10 പട്ടികളുള്ളിടത്ത് 7 പട്ടിയെ നിങ്ങൾക്ക് ഈ വിധത്തിൽ പിടിച്ചു തരാൻ പറ്റുമെങ്കിൽ ഈ പദ്ധതി വളരെ ഗുണകരമാണ്. നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ ഏതാണ്? 80% പറ്റാതെ ഞങ്ങൾ പിടിച്ചു തരാം. ഹലോ ശ്രീ MS വേണുഗോപാൽ, ശ്രീമതി ലത പറയുന്നത് 80% പട്ടികളെയും താങ്കളുടെ റെസിഡൻസ് അസോസിയേഷനിൽ അടക്കം പിടിച്ചു കൊടുക്കാൻ, പിടിച്ചു നൽകാൻ അവർക്ക് പറ്റും എന്നാണ് പറയുന്നത്. അവർ നിരന്തരമായി ഇത് ചെയ്യുന്ന ആൾക്കാരാണ്. ഏറ്റെടുക്കുകയാണ്. 80% പട്ടികളെ പിടിച്ചു തരാമെങ്കിൽ ഞാൻ ഒരു ജംഗ്ഷൻ കാണിച്ചു തരാം, തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു ജംഗ്ഷൻ. നിങ്ങൾ വന്ന് 80% അതിന്റെ ആൾക്കാരെ വേണമെങ്കിൽ കോർപ്പറേഷൻ കൊണ്ടും പിടിക്കാം. ന്യൂസ് 8ന്റെ ഒരു ടീമും കൂടെ വരിക, നമുക്ക് ഈ പട്ടി പിടുത്തം ഒന്ന് ടെസ്റ്റ് ചെയ്യാം. മനോബിന് എന്താ പറയാനുള്ളത്? ഞാനും കൂടെ ഒരു മിനിറ്റ് ശ്രീമതി ലതയ്ക്ക് ഞാൻ മറുപടി പറയാൻ അവസരം നൽകാം.